ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ തപാൽ വകുപ്പിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് 1500-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് 2026-ലെ ഗ്രാമീൺ ഡക്ട് സെഫ് GDS റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. രാജ്യത്തെ വിവിധ പോസ്റ്റൽ സർക്കിളുകളിലായി 28,740 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ 1691 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് 2026 ഫെബ്രുവരി 14 വരെയാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 16 വരെയാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 16 വരെയാണ്. അപേക്ഷ തിരുത്താനുള്ള സമയം 2026 ഫെബ്രുവരി 18, 19 വരെയാണ്. അപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡക്ട് സെഫ് തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. യോഗ്യത വരുന്നത് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം. അപേക്ഷിക്കുന്ന സർക്കിളിലെ പ്രാദേശിക ഭാഷ കേരളത്തിൽ മലയാളം 10ാം ക്ലാസ് വരെ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. മറ്റു കഴിവുകൾ കമ്പ്യൂട്ടർ പരിജ്ഞാനവും സൈക്കിൾ ചവിട്ടാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന വില്ലേജിലും, അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസിന്റെ അധികാര പരിധിക്കകത്തും താമസിക്കാൻ സന്നദ്ധരായിരിക്കണം. ശമ്പളം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് 12,000 മുതൽ 29,380 രൂപ വരെയാണ്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡക്ട് സെഫ് തസ്തികയിലേക്ക് 10,000 മുതൽ 24,470 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഈ തസ്തികകളിലേക്ക് എഴുത്തുപരീക്ഷയോ ഇൻ്റർവ്യൂവോ ഉണ്ടായിരിക്കില്ല. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗങ്ങൾക്ക് വയസ്സുളവ് ലഭിക്കുന്നതാണ്. ഇതിലേക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത്. വനിതകൾ, ട്രാൻസ് വുമൺ, ഭിന്നശേഷിക്കാർ, SC/ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ പുതിയ ഫോട്ടോയും ഒപ്പും JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ സൈസ് 30 KB-യിൽ താഴെയോ 100 KB-യിൽ കൂടുതലോ ആകരുത്. സിഗ്നേച്ചറിൻ്റെ സൈസ് 20 KB-യിൽ താഴെയോ 100 KB-യിൽ കൂടുതലോ ആകരുത്. ഉപയോഗത്തിലിരിക്കുന്ന ഇമെയിൽ ID, മൊബൈൽ നമ്പർ നൽകേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷനും ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.